പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വൈബ്രേറ്റർ സെൻസർ മൊഡ്യൂൾ ഉപയോഗിച്ചിട്ടൊരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടാക്കാൻ പോകുന്നു. അതിലേക്ക് ആവശ്യമായ കമ്പോണൻസ് ആണ് ഈ കാണുന്നത്. ഒരു വൈബ്രേറ്റർ സെൻസർ വേണം, ഒരു റിലേ വേണം, പിന്നെ ഒരു BC547 ട്രാൻസിസ്റ്റർ, ഒരു 5 വോൾട്ട് റെഗുലേറ്റർ IC. ഇത്രയും കമ്പോണൻസ് ആണ് നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത്. ഇനി ഈ കമ്പോണൻസുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലെ മെയിൻ കമ്പോണൻസ് ആയ വൈബ്രേറ്റർ സെൻസർ മൊഡ്യൂൾ നമുക്ക് നോക്കാം. ഇതിൽ 3 പിന്നുകളാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഈ കാണുന്നത് അതിൻ്റെ വൈബ്രേറ്റർ സെൻസറാണ്. അപ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ അകത്തുനിന്ന് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക. ഈ സെൻസർ മൊഡ്യൂൾ ഒരു ആക്റ്റീവ് ലോ ഔട്ട്പുട്ട് മൊഡ്യൂളാണ്. അതായത് ഈ സെൻസർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അല്ലാത്ത സമയത്ത് എപ്പോഴും ഔട്ട്പുട്ട് ഹൈയും ആയിരിക്കും. അതായത് നമുക്ക് എപ്പം ഇത് വർക്ക് ചെയ്യുന്നോ ആ സമയത്ത് ഔട്ട്പുട്ട് 0യിലേക്ക് പോകും. വർക്ക് ചെയ്യാത്ത സമയത്ത് ഹൈ ഔട്ട്പുട്ടിലുമായിരിക്കും ഇതിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ റിലേയിൽ കണക്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക. നോർമലി ക്ലോസ്ഡ് ടെർമിനലിൽ വേണം നമ്മൾ ഔട്ട്പുട്ട് കണക്ട് ചെയ്യാൻ. അപ്പോൾ ഈ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 12 വോൾട്ട് റിലേ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. റിലേയിൽ എങ്ങനെയാണ് ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ ഒരു പ്രൊട്ടക്ഷൻ ഡയോഡ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കണക്ട് ചെയ്യുന്ന കോയിലിന് അക്രോസ് ആയിട്ടാണ് ഈ ഡയോഡ് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഡയോഡിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ സപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ BC547. നിങ്ങൾക്ക് ഏത് ട്രാൻസിസ്റ്റർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിൻ്റെ പിൻ ഡീറ്റെയിൽസ് മാത്രം നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ ആദ്യത്തെ പിൻ എന്ന് പറയുന്നത് കളക്ടർ പിന്നും, രണ്ടാമത്തത് ബേസ്, മൂന്നാമത്തത് എമിറ്റർ. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. അടുത്തൊരു 5 വോൾട്ടിൻ്റെ റെഗുലേറ്റർ IC ആണ്. 7805 എന്ന് പറഞ്ഞ നമ്പറാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 വോൾട്ട് റെഗുലേറ്റഡ് വോൾട്ടേജ് നമ്മുടെ മൊഡ്യൂളിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. ആ വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെഗുലേറ്റർ IC കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പിൻ എന്ന് പറയുന്നത് ഇൻപുട്ടും, നടുക്കത്തെ ഗ്രൗണ്ടും, മൂന്നാമത്തെ പിന്നിൽ നിന്നാണ് ഔട്ട്പുട്ടും വരുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വർക്കിലേക്ക് കിടക്കാം. ആദ്യം ഈ വൈബ്രേറ്റർ മൊഡ്യൂളിൻ്റെ ഈ വൈബ്രേറ്റർ സെൻസർ നമുക്കൊന്ന് ഡിസ്കണക്ട് ചെയ്തെടുക്കണം. കാരണം ഈ വൈബ്രേറ്റർ സെൻസറിലാണ് ഇതിൻ്റെ എല്ലാം വർക്കിംഗ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് മാക്സിമം നമുക്ക് വൈബ്രേഷൻ കിട്ടുന്ന ഭാഗത്തേക്ക് കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം ലെങ്തിലുള്ളൊരു വയർ എടുത്തിട്ട് അതിലേക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഇപ്പോൾ അഴിച്ചെടുത്തിട്ടുണ്ട്, ഡീസോൾഡർ ചെയ്തെടുത്തു. ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അകത്ത് സിഗ്നൽ കിട്ടുകയും ഈ വൈബ്രേറ്റർ മൊഡ്യൂൾ വഴി അത് റിലേയിലേക്ക് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാക്സിമം എത്രമാത്രം നീളം വേണോ അത്രമാത്രം നീളത്തിലേക്ക് ഒരു വയർ വെച്ചിട്ട് കണക്ട് ചെയ്തെടുക്കാം. കാരണം ഏറ്റവും നന്നായിട്ട് വൈബ്രേറ്റ് കിട്ടുന്ന ഭാഗത്ത് വേണം വാഹനങ്ങളിൽ ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു 2 വയറുകൾ എടുത്തതിന് ശേഷം നമുക്ക് ആ 2 കണക്ഷൻ ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. അതിനുശേഷം ആ വൈബ്രേറ്റർ സെൻസറെ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി വയർ കണക്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ വൈബ്രേറ്റർ സെൻസറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ സെൻസർ മാക്സിമം നിങ്ങൾ ആവശ്യമുള്ള എത്രയും വയറിൽ എടുക്കുക. അതിനുശേഷം വണ്ടിയുടെ ഏറ്റവും നന്നായിട്ട് വൈബ്രേഷൻ വരുന്ന ഭാഗം എവിടെയാണോ അവിടെ ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ സിഗ്നൽ നേരെ നമ്മുടെ മുടികളിലേക്ക് ലഭ്യമാവുകയും അതുവഴി റിലേ ആക്റ്റീവ് ആവുകയും ചെയ്യും. ഇനി നമുക്കതിൻ്റെ സപ്ലൈ കണക്ട് ചെയ്യാനുള്ള വർക്കാണ് ചെയ്യാൻ പോകുന്നത്. 7805 എന്ന് പറഞ്ഞൊരു IC ആണ് നമുക്കതിനാവശ്യമായിട്ടുള്ളത്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഇതിൻ്റെ ഒന്നാമത്തെ പിൻ ഇൻപുട്ടും, രണ്ടാമത്തെ പിന്ന് ഗ്രൗണ്ടും, മൂന്നാമത്തെ പിന്ന് ഔട്ട്പുട്ടുമാണുള്ളത്. അപ്പം നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 വോൾട്ടാണ്. ആ 5 വോൾട്ട് നമ്മൾ ഈ മൊഡ്യൂൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമായ സപ്ലൈ ആയിട്ട് കൊടുക്കുക. ഇൻപുട്ട് എന്ന് പറയുന്നത് 12 വോൾട്ടുമാണ്. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ സപ്ലൈ കണക്ഷൻസ് ഒന്ന് ചെയ്യാം. എല്ലാ സെൻസർ മൊഡ്യൂളിനും നമ്മൾ 5 വോൾട്ട് സപ്ലൈസ് ആണ് കൊടുക്കുക. അതിനെല്ലാത്തിനും ഈ ഒരു കണക്ഷൻ തന്നെയാണ് എല്ലായിടത്തും ചെയ്യുക. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 5 വോൾട്ട് സപ്ലൈ കൊടുക്കേണ്ട ഓരോ മാർക്കിങ്ങുകളും ആ സെൻസർ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് 5 വോൾട്ട് VCC കൊടുക്കേണ്ടതെന്നും ഗ്രൗണ്ട് കൊടുക്കേണ്ടതെന്നും അത് കൃത്യമായിട്ട് നോക്കി നിങ്ങൾ ഈ സപ്ലൈ ഒന്ന് കണക്ട് ചെയ്യുക. അടുത്ത് റിലേ ട്രിഗർ ചെയ്യുന്നതിന് ആവശ്യമായ ട്രാൻസിസ്റ്റർ കണക്ഷനാണ്. ട്രാൻസിസ്റ്റർ BC547 കളക്ടർ ടെർമിനലിൽ ഡയോഡിൻ്റെ ആനോഡ് കണക്ട് ചെയ്തിരിക്കുന്ന കോയിൽ ഭാഗമായിട്ട് സോൾഡർ ചെയ്യത്തക്ക രീതിയിൽ കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കോയിലിൻ്റെ 2 ടെർമിനലിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ ഡയോഡ് കൊടുത്തിരിക്കുന്നത്. ആ ഡയോഡിൻ്റെ ആനോഡ് വരുന്ന ഭാഗത്തായിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ടെർമിനൽ ഇതുപോലെ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇനി സെൻസറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് നേരിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലാണ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു 1 kilo ohmൻ്റെ റെസിസ്റ്റർ ബേസിലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി റിലേ ട്രിഗർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കൊടുത്തിരിക്കുന്ന റെസിസ്റ്റർ കണക്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സെൻസറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് നേരിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കൊടുത്താലും മതിയാവും. ആദ്യം ബേസിൽ റെസിസ്റ്റർ കണക്ട് ചെയ്ത് തന്നെ ചെയ്യുക. അതിനുശേഷം അത് ട്രിഗർ ആകുന്നില്ല എങ്കിൽ മാത്രം റെസിസ്റ്റർ ഒഴിവാക്കുക. അത് ട്രാൻസിസ്റ്ററിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അടുത്തത് എർത്ത് കണക്ഷനാണ്. ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ടെർമിനലായിട്ട് ഈ ഒരു എർത്ത് കണക്ഷൻ ചെയ്യുക. കോമൺ ആയിട്ടുള്ള എർത്ത് ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ തന്നെ നേരിട്ട് ഈ എർത്ത് കൂടെ കണക്ട് ചെയ്യുകയാണ്. ഇതോടെ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ എല്ലാ കണക്ഷൻസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏതൊരു സെൻസർ ആപ്ലിക്കേഷനിലും ഇതേ മെത്തേഡാണ് റിലേ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഏത് ആപ്ലിക്കേഷനിലും നിങ്ങൾക്ക് ഈ റിലേ ട്രിഗറിംഗ് മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി റിലേക്ക് ആവശ്യമായ 12 വോൾട്ട് സപ്ലൈ കണക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഡയോഡിൻ്റെ കാഥോഡ് വരുന്ന ഭാഗത്തായിട്ട് വേണം ഈ ഒരു 12 വോൾട്ട് സപ്ലൈയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യാൻ.
കണക്ഷൻസ് എല്ലാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ ലോഡിൻ്റെ സ്ഥാനത്തായിട്ട് ഒരു LED ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്, നമുക്ക് ഇൻഡിക്കേഷനായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഈ സെൻസർ എന്ന് പറയുന്നത് ആക്റ്റീവ് ലോ ഔട്ട്പുട്ടാണ്. അതായത് ഈ ആക്റ്റീവ് ആകുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് 0ലേക്ക് പോകും, അല്ലാത്തപ്പോഴെല്ലാം ഇതിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഞാൻ ഓണാക്കി നോക്കിയപ്പം സെൻസർ വർക്കിംഗ് ആണ്, പക്ഷേ നമ്മുടെ റിലേ ആക്റ്റീവ് ആകുന്നില്ല. അതിനർത്ഥം അതിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കിട്ടുന്നത് ലോ വോൾട്ടേജ് ആണ്. അതുകൊണ്ട് ബേസിൽ കണക്ട് ചെയ്തിരുന്ന റെസിസ്റ്റർ എടുത്ത് മാറ്റി നേരിട്ട് ഞാൻ ഇതിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ഇതാണ് വൈബ്രേറ്റർ സെൻസർ. ഇത് വൈബ്രേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ സെൻസറിൽ ഇൻപുട്ട് കിട്ടുകയും ആ ഇൻപുട്ട് ആംപ്ലിഫൈ ചെയ്ത് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ട്രാൻസിസ്റ്റർ ട്രിഗർ ആകുമ്പം റിലേ ആക്റ്റീവ് ആവും. ഇനി ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് സർക്യൂട്ട്. ഇതിനെ ചുരുക്കി ഇതിൻ്റെ വർക്കിങ്ങും പ്രവർത്തനവും ഞാനൊന്ന് പറഞ്ഞു തരാം. ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ സെൻസർ മൊഡ്യൂളാണ്. ഈ മൊഡ്യൂളിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ വൈബ്രേറ്റർ സെൻസറാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്യുകയും അത് ഈ മൊഡ്യൂളിൽ ആക്റ്റീവ് ആയതിനു ശേഷം അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആ ഔട്ട്പുട്ട് നേരെ എടുത്ത് നമ്മൾ റിലേക്ക് ട്രിഗറിങ്ങിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 5 വോൾട്ട് സപ്ലൈ മാത്രമാണ് ഈ ICയിൽ നിന്ന് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റിലേ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ടാണ്. അങ്ങനെ റിലേ ട്രിഗർ ചെയ്യുകയും റിലേയിൽ കൊടുത്തിരിക്കുന്ന ലോഡ് എന്താണോ അത് ആക്റ്റീവ് ആവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന LED കണക്ഷനാണ് ലോഡ് എന്ന് പറയുന്നത്. ഈ ലോഡിൻ്റെ സ്ഥാനത്തായിട്ട് നിങ്ങളൊരു അലാം സർക്യൂട്ട് കണക്ട് ചെയ്യുക. അലാം കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്റ്റീവ് ആയി ഓൺ ആകുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ വാഹനങ്ങളിലൊരു ഹൈ സെക്യൂരിറ്റി നമുക്ക് ലഭ്യമാക്കുന്ന രീതിയിലേക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ എന്ത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഈ വൈബ്രേഷൻ ഒരു ആപ്ലിക്കേഷൻ വരുന്ന ലെവലുകളിലെല്ലാം ഈ ഒരു സർക്യൂട്ട് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ സർക്യൂട്ട് നിങ്ങളൊന്ന് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.